8ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠം ഇത്ആമുത്ത്ആം ഭക്ഷണം നൽകൽ. ഇതൊരു കവിതയാണ്. അത്ഇം ഫഖീറൻ, ഫഖീറിന് ഭക്ഷണം നൽകുക. ഫദാക്കൽ ഖൈറു തക്നിസുഹു, ഫദാക്കൽ ഖൈറു അതൊരു നന്മയാണ്. തക്നിസുഹു യൗമൽ ഹിസാബി, വിചാരണ ദിവസം നിനക്കൊരു നിധിയായി മാറുന്ന നന്മയാണത്. അതായത് വിചാരണ ദിവസം, പരലോകത്ത് വിചാരണ ചെയ്യുന്ന ദിവസം ഫഖീറിന് ഭക്ഷണം കൊടുത്തവന് ആ പ്രവൃത്തി, ആ ഒരു പുണ്യപ്രവൃത്തി വലിയ പ്രതിഫലം ഉണ്ടാക്കുന്നതാണ്. വലിയൊരു പ്രതിഫലം കിട്ടുന്ന പ്രവൃത്തിയാണ് പരലോകത്ത്. തജിദ് മാ ജുത്തല അഫഹു, നിനക്കന്ന് നീ ചെയ്ത പുണ്യപ്രവൃത്തികളൊക്കെ ഇരട്ടിയായിക്കൊണ്ട് കാണാവുന്നതാണ്. ഭൂമിയിൽ ചെയ്ത പുണ്യങ്ങളൊക്കെ അവിടെ വെച്ച് ഇരട്ടിയായി ലഭിക്കുന്നതാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പുണ്യപ്രവൃത്തിയാണ് ഫഖീറിന് ഭക്ഷണം നൽകുക എന്നുള്ളത്. ലാ ഖൈറ ഫീമൻ യബീത്തുല്ലൈല ഫീ ശബഇൻ, വയറ് നിറച്ചുകൊണ്ട് രാത്രി ഉറങ്ങുന്നവനിൽ ഒരു നന്മയുമില്ല. വൽ ജാറു ഖദ് ബാത ജൂഉൻ ഖല്ല മൽജഉഹു, അവൻ്റെ അയൽവാസി വിശന്നുകൊണ്ട് ഉറക്കമില്ലാതെ രാത്രി കഴിച്ചു കൂട്ടുമ്പോൾ, രാത്രി അയൽവാസി വിശന്നിരിക്കുകയാണ്, ഉറക്കം കിട്ടാതെ, ഉറക്കം നഷ്ടപ്പെട്ടവനായിട്ട്. ആ സമയത്ത് പണക്കാരനായ അയൽക്കാരൻ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞവനായിക്കൊണ്ട് രാത്രി കഴിച്ചു കൂട്ടുക, രാത്രി ഉറങ്ങുക എന്നൊരു അവസ്ഥയിൽ അവനിലൊരു നന്മയുമില്ല. അയൽക്കാരനെ കൂടി പരിഗണിക്കണം, എന്നാലേ നന്മയുള്ളൂ. ഇത്ആമു മിസ്കീനിൻ ഖൈറും മിൻ കസീരി അമലിൻ, ധാരാളം അമൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മിസ്കീനിന് ഭക്ഷണം കൊടുക്കുന്നതാണ്. ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്താൽ ധാരാളം അമൽ ചെയ്യുന്നതിനേക്കാൾ വലിയ പുണ്യപ്രവൃത്തി അതാണ്. ഇയ്യാക വൽ ബുഖ്ല, നീ പിശുക്കിനെ സൂക്ഷിക്കുക. ബുഖ്ല് എന്നാൽ പിശുക്ക്. ശർറും ബിഇസ മർതഉഹു, അങ്ങേയറ്റം മോശമായ ഒരു മേച്ചിൽപ്പുറമാണത്. അങ്ങേയറ്റം മോശമായ കാര്യമാണ് അൽ ബുഖ്ല്, പിശുക്ക് എന്നത്. അത്ഇം തആമക ലിൽ മുഹ്താജി മുദ്ദഖരിൻ, നീ ആവശ്യമുള്ളവർക്ക് ഭക്ഷണം നൽകുക. മുദ്ദഖരിൻ, ഭക്ഷണം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആവശ്യമുള്ളവർക്ക് നൽകുക. യഅലമു ലക്കൽ അജ്റു ഹില്ലുർ റിസ്ഖി അജ്സലഹു, ആ പ്രവർത്തനം നിനക്ക് വലിയ പ്രതിഫലം തരും. ഏറ്റവും നല്ല റിസ്ഖ്, ഉപജീവനം എന്നത് ഹലാലായ ഉപജീവനമാണ്. ഹലാലായ സമ്പാദ്യം, ഹലാലായ ഉപജീവനം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ആവശ്യക്കാർക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ആവശ്യക്കാർക്ക് നൽകണം. എന്നാൽ മാത്രമേ നമുക്ക് ഹലാലായ ഭക്ഷണം അല്ലെങ്കിൽ ഹലാലായ രീതിയിൽ ഉപജീവനം നടത്തി പോകാൻ കഴിയുകയുള്ളൂ. യസ്സിർ ലനൽ ഫളല വൽ അഖ്ലാഖ അഹ്സിൻഹ, അല്ലാഹുവേ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമേ, ഞങ്ങൾക്ക് നിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും ഞങ്ങൾക്ക് നൽകണമേ, നല്ല സമ്പാദ്യം ഞങ്ങൾക്ക് തരണമേ. വൽ അഖ്ലാഖ അഹ്സിൻഹ, വൽ അഖ്ലാഖ, ഞങ്ങളുടെ സ്വഭാവത്തെ നീ നന്നാക്കണമേ, നല്ല സ്വഭാവവും നല്ല സമ്പാദ്യവും ഒക്കെ ഞങ്ങൾക്ക് തരണമേ. അക്രിമിലാഹി ജവാദൻ ബാസിത്തൻ യദഹു, തൻ്റെ കൈകൾ നീട്ടുന്ന ഔദാര്യവാനെ നീ ആദരിക്കണമേ. അതായത് നന്നായി ചിലവഴിക്കുന്ന, പാവങ്ങൾക്ക് വേണ്ടി നന്നായി ചിലവഴിക്കുന്ന ആളുകളെ നീ ആദരിക്കണമേ എന്നും പ്രാർത്ഥിക്കുകയാണ്. അതാ സുലൈമാൻ അർ റമൂനി എന്ന കവിയാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. കവിതയിലെ വരിയിലെ ആശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ വരിയുടേത് ഇത്ആമുത്ത്ആമി, ഭക്ഷണം നൽകൽ, ഖൈറുൻ കൽ കൻസി, ഒരു നിധി പോലെ നല്ല കാര്യമാണ്. ഹൈസു തജിദു സവാബഹു, അതിൻ്റെ പ്രതിഫലം അവന് കാണാം, ഭക്ഷണം നൽകുന്നവന് കാണാം. എപ്പോൾ? യൗമൽ ഹിസാബി, വിചാരണ ദിവസം. ലൈസ മിൻ ഖിയാരിൻ നാസി, നല്ല ആളുകളിൽ പെട്ടവനല്ല. മൻ യബീതു ശബആന വജാറുഹു ജാഇഉൻ, അയൽവാസി വിശന്നിരിക്കെ വയറു നിറഞ്ഞവനായിക്കൊണ്ട് രാത്രി കഴിച്ചു കൂട്ടുന്നവൻ, രാത്രി ഉറങ്ങുന്നവൻ നല്ലവരിൽ പെട്ടവനല്ല. ഇത്ആമുത്ത്ആമി ഖൈറുൽ അഅമാലി, ഭക്ഷണം നൽകൽ ഏറ്റവും നല്ല പ്രവർത്തനമാണ്. വശറുൻ നാസി അൽ ബുഖലാഉ, മനുഷ്യരിൽ ഏറ്റവും മോശമായ ആളുകൾ അൽ ബുഖലാ, പിശുക്കരാണ്, പിശുക്കുള്ളവരാണ്. ഫീ സബീലിൽ ഇത്ആമി, ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ പിശുക്കുള്ളവരാണ് മനുഷ്യരിൽ ഏറ്റവും മോശമായ ആളുകൾ. എത്ര നമുക്കില്ലെങ്കിലും ഉള്ളത് വെച്ച് നമ്മൾ വിശക്കുന്നവനെ കണ്ടാൽ അവന് നമ്മൾ ഭക്ഷണം നൽകണം. ഇല്ലാത്തവനാണെങ്കിൽ പോലും ഉള്ളതെടുത്ത് തന്നെക്കാളില്ലാത്ത, ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്തവന്
ഭക്ഷണം നൽകണം എന്നതാണൊരു തത്വം. ഇത്ആമുത്തആമി യൂരിസു സവാബൽ അലീമ, ഭക്ഷണം നൽകൽ വലിയ പ്രതിഫലം കൊണ്ടുവരും. വസഅതൻ ഫി റിസ്ഖിൽ, ഉപജീവനത്തിൽ വിശാലത കൊണ്ടുവരും. നമ്മൾ ഒരാൾക്ക് ഭക്ഷണം നൽകിയാൽ അത് നമ്മുടെ ഉപജീവനത്തിൽ വലിയ വിശാലത കൊണ്ടുവരും. യാ റബ്ബി, രക്ഷിതാവേ, സഹിൽ ലനൽ കസ്ബ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പാദ്യം എളുപ്പമാക്കി തരണമേ. വ അഹ്സിൻ അഖ്ലാഖന, ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണമേ. വ അക്രിമിൽ മുൻഫിഖ, ഞങ്ങളിൽ നിന്നും ചിലവഴിക്കുന്നവരെ നീ ആദരിക്കണമേ. ഓക്കെ, നുബദത്തുനനി ഷായർ, ഷായറിനെ കുറിച്ച് കുറച്ച് പറയാം. അതാ സുലൈമാൻ അർ റമൂനി ഷായറുൻ ഫിലസ്തീനിയുൻ, ഇദ്ദേഹം ഒരു ഫിലസ്തീനി കവിയാണ്. മിൻ ഖറിയത്തി റമൂൻ ബി മദീനത്തി റാമല്ല, റാമല്ല പട്ടണത്തിലെ റമൂൻ എന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹം. ആ ഗ്രാമത്തിലുള്ള ഒരു കവിയാണ് ഇദ്ദേഹം. അത്തമ്മ ദിറാസത്തുഹു ഫി റാമല്ല, റാമല്ലയിൽ അദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കി. വ അമില റഈസൻ ലിൽ ഹിസാബാത്ത് ഫി കുല്ലിയത്തിൻ ഇൻജിലീസിയത്തിൻ ബി ദുബൈ, UAE ദുബൈയിലെ ഒരു ഇംഗ്ലീഷ് കോളേജിൽ അക്കൗണ്ടൻറ്റ് വിഭാഗം തലവനായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. അമില റഈസൻ, മേധാവിയായി, തലവനായി ജോലി ചെയ്തു. ലിൽ ഹിസാബാത്ത്, അക്കൗണ്ടിങ്സിൻ്റെ തലവനായിട്ട്. വമിൻ അഷ്ആരിഹി, അദ്ദേഹത്തിൻ്റെ ഷിഅറുകളിൽ, കവിതകളിൽ പെട്ടതാണ് കഫ് കഫ് ദുമു അൻ ഹുസ്നി വയാ ഖൈറ ഖൽഖില്ലാഹി വൽ ഹയാ എന്നീ കവിതകളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നഖ്താറു തസ്രീഹാത്തിൽ മുവാഫിഖത ബി മാനൽ മൻലൂമി, കവിതയിലെ അർത്ഥവുമായി യോജിക്കുന്ന വരികൾ കണ്ടുപിടിക്കാം. ഇദ്ദഖിർ ത്വആമക ലിൽ ഗദി, നാളേക്ക് വേണ്ടി ഭക്ഷണം ഒരുമിച്ച് കൂട്ടിവെക്കുക. വലാ തുഷാരിക്കുഹു മഅ ജീറാനിക, എന്നിട്ടത് നീ നിൻ്റെ അയൽവാസികളുമായിട്ട് പങ്കുവെക്കരുത്. ഇത് നമ്മുടെ കവിതയുടെ ആശയവുമായിട്ട് തീരെ യോജിക്കുന്നില്ല. പിന്നെ ഇത്ആമുൽ ഫഖീരി ഖൈറുൻ, ഭക്ഷണം നൽകൽ, ഫക്കീറിന് ഭക്ഷണം നൽകൽ നല്ലതാണ്. തജിദു സവാബഹു യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ നിനക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഇത് യോജിക്കുന്നുണ്ട്. റിളല്ലാഹി ഫി റിളൽ വാലിദൈനി, അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഹത്തുല്ലാഹി ഫി സഹത്തുൽ വാലിദൈനി, അള്ളാഹുവിൻ്റെ വെറുപ്പ് മാതാപിതാക്കളുടെ വെറുപ്പിലാണ്. ഈ വരിയും നമ്മുടെ കവിതയുമായിട്ട് യോജിക്കുന്നില്ല. നല്ല വരിയാണ്, പക്ഷേ നമ്മുടെ കവിതയുമായി യോജിക്കുന്നില്ല. ലാ തകുൻ ശബആന, നീ വയറു നിറഞ്ഞവനായി ഇരിക്കരുത്. വല വജാറുക ജൗആൻ, നിന്റെ അയൽവാസി വിശക്കുന്നവനായിരിക്കെ. ഫലസ്ത മുഹ്സനൻ ഇലൈഹി, നീ അവന് നന്മയൊന്നും ചെയ്യാതെ. നിന്റെ അയൽവാസി വിശന്നുകൊണ്ടിരിക്കെ നീ അവന് നന്മയൊന്നും ചെയ്യാതെ വയറു നിറഞ്ഞവനായി ഇരിക്കരുത്. ഇത് നമ്മുടെ കവിതയുമായിട്ട് യോജിക്കുന്നുണ്ട്. യാ ഇലാഹി, അള്ളാഹുവെ, ജുദിൽ കരീമ, ഔദാര്യം ചെയ്യുന്നവന് നന്മ ചെയ്യണമേ. മിൻ ഫദ്ലിക, നിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും, വജൂദിക, നിൻ്റെ ഔദാര്യത്തിൽ നിന്നും. ഇതും നമ്മുടെ കവിതയുമായി യോജിക്കുന്നതാണ്. ആ യോജിക്കുന്ന വാചകങ്ങൾ ഇവിടെ എഴുതുക. ഇനി ഇവിടെ 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മാതാ കാല ഷായറു അൻ ഇത്വാമിൽ മിസ്കീൻ, മിസ്കീന് ഭക്ഷണം നൽകുന്നതിനെക്കുറിച്ച് ഷായർ എന്താണ് പറഞ്ഞത്? കാല ഷായറു, ഷായർ പറഞ്ഞു, അന്ന ഇത്വാമൽ മിസ്കീനി, മിസ്കീന് ഭക്ഷണം നൽകൽ ഖൈറു മിൻ കസീരിൽ അമലി, ധാരാളം അമൽ ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് എന്ന്. മാഹവ ഷർറു ഫി നദരി ഷായരി, കവിയുടെ കാഴ്ചയിൽ ഷർറ്, മോശമായ കാര്യം, തിന്മയായ കാര്യം എന്താണ്? അൽ ബുഖ്ലു ഹുവ ഷർറു ഫി നദരി ഷായരി, കവിയുടെ കണ്ണിൽ ബുഖ്ലി, പിശുക്കാണ് ഏറ്റവും മോശമായ കാര്യം. മനില്ലദി ലൈസ ഫീഹി ഖൈറുൻ, ഒരു നന്മയും ഇല്ലാത്തവനാരാണ്? ലൈസൽ ഖൈറു ഫീമൻ യബീതു ശബആന വജാറുഹു ജാഇഉൻ, അയൽവാസി വിശന്നിരിക്കെ വയറു നിറച്ചുകൊണ്ട് രാത്രി ഉറങ്ങുന്നവനാണ് നന്മയില്ലാത്തവൻ. നസ്തഖ്രിജുൽ അൽദാദ മിനൽ മൻലൂം, കവിതയിൽ നിന്നും നമുക്ക് ലിദ്ദുകൾ, ഓപ്പോസിറ്റായ വാക്കുകൾ കണ്ടെത്താം. ഖനിയുൻ, സമ്പന്നൻ, അതിൻ്റെ ഓപ്പോസിറ്റ് ഫക്കീറുൻ, ദരിദ്രൻ. ഷർറുൻ, തിന്മ, അതിൻ്റെ ഓപ്പോസിറ്റ് ഖൈറുൻ, നന്മ. നഹാറുൻ, പകൽ, ഓപ്പോസിറ്റ് ലൈലുൻ, രാത്രി. ഖലീലുൻ, കുറവ്, ലിദ്ഹു കസീറുൻ, ധാരാളം. ജൂദുൻ, ഔദാര്യം, ലിദ്ഹു ബുഖ്ലുൻ, പിശുക്ക്. ബഖീലുൻ, പിശുക്കൻ, ലിദ്ഹു ജവാദുൻ, ഔദാര്യവാൻ. ഓക്കെ, ഇത്രയുമാണ്
ഈ പാഠത്തിലുള്ളത്. ഇതോടെ ഒന്നാമത്തെ യൂണിറ്റ്, രണ്ടാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ യൂണിറ്റ് അടുത്ത വീഡിയോയിൽ പറയാം.